2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ MG കൊമേറ്റിൻ്റെ ഇലക്ട്രിക്കൽ വണ്ടി ഏകദേശം 8 ലക്ഷം രൂപ മുടക്കി എടുക്കുന്നത്. അതിനുശേഷം എനിക്ക് ഒക്ടോബർ നവംബർ മാസത്തെ 2 മാസത്തെ വൈദ്യുതി ചാർജ് വന്നപ്പോൾ 5888 രൂപ വന്നിരുന്നു. ഈ ഇലക്ട്രിക്കൽ വണ്ടി എടുക്കുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ഏകദേശം 1500 രൂപ 2000 രൂപ താഴെ മാത്രമാണ് 2 മാസം കൂടുമ്പോൾ വരാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടി എടുത്തതിന് കാരണത്താൽ എനിക്ക് 3000 രൂപയും അഡീഷണൽ അടയ്ക്കുന്ന വേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SP ലോണെടുത്ത് ഞാൻ 2 ലക്ഷം രൂപ മുടക്കി 3.3 കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ വീടിൻ്റെ മുകളിൽ സ്ഥാപിച്ചു. ഇപ്പോൾ എനിക്ക് മാസം ലോൺ അടവ് ഏകദേശം 3000 രൂപ വെച്ച് ഞാൻ അടയ്ക്കുന്നുള്ളൂ. എൻ്റെ കറണ്ട് ചാർജ് എന്ന് പറയുന്നത് 240, 250, 220, 220, 260 രൂപ വീതമാണ് എനിക്ക് വരുന്നത്. സോളാർ പാനൽ സ്ഥാപിച്ചതിന് ശേഷം എനിക്ക് വൈദ്യുതി ഉൽപ്പാദനം 5899 യൂണിറ്റ് ഈ 5/4/2026 വരെ ആയി. എൻ്റെ വണ്ടി ഇതുവരെ ഓടിയത് 22,749 കിലോമീറ്ററാണ്. ഇത്രയും കിലോമീറ്റർ ഓടുന്നതെങ്കിൽ ഏത് വണ്ടി ഏറ്റവും നല്ല പെട്രോൾ എഫിഷ്യൻസിയുള്ള വണ്ടിയാണെങ്കിലും 1,20,000 രൂപ ആകും. എനിക്ക് പ്രധാനമന്ത്രിയുടെ സബ്സിഡി 78,000 രൂപ കിട്ടിയിരുന്നു. 5/4/2026 വരെ എനിക്ക് 5899 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതുതന്നെ നമുക്കൊരു നേട്ടമാണ്. സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിന് നൽകുന്ന ഒരു നേട്ടമാണ്. എൻ്റെ വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത് 220 അല്ലെങ്കിൽ 240, 260 രൂപ മാത്രം. എന്തുകൊണ്ടും സോളാർ എടുക്കുന്നത് ലാഭകരമാണ്.